എന്ന സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റിനെ അഴിമതിയില്ലാത്ത പൊതുപ്രവർത്തനം നടത്തുന്ന ജി സുധാകരൻ എന്ന മുൻ മന്ത്രിയെ കാണുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു. അങ്ങയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങയെ ആദരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഏകാത്മ മാനവ ദർശനം എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാന മൂലഗ്രന്ഥം, പ്രത്യയശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹത്തിന് സമ്മാനിക്കുവാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ഞെട്ടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ലാളിത്യമായിരുന്നു. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ അല്പം വൈകിയാണ് എത്തിയത്, പറഞ്ഞ സമയത്തേക്കാൾ വൈകി. പക്ഷേ ഗേറ്റിൻ്റെ അവിടെ വന്ന് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ പോയി ഞങ്ങൾ ഇരുന്നു. അദ്ദേഹവുമായി ഞങ്ങൾ സംസാരിച്ചു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിവിധ ഡെവലപ്മെന്റ്, പുരോഗമനപരമായ വികസനപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒപ്പം ആലപ്പുഴ ആയതുകൊണ്ട് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ, ജമാഅത്ത് ഇസ്ലാമിയുടെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഈ സംഘടനകളിലെ പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ വന്നിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്നു എന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രസക്തമാണ്. ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. നുഴഞ്ഞു കയറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാജ്യദ്രോഹികൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ഞാൻ അദ്ദേഹത്തോട് ധരിപ്പിച്ചു. മൗനം സമ്മതമാണ് എന്ന വാക്യം ശരിയാണെങ്കിൽ അദ്ദേഹം അത് അംഗീകരിക്കുകയായിരുന്നു മൗനത്തോടെ.